Ask laska emo ast liebe. Ahaba bolinga cinta cinta ishq mile. Love kadal preeti pyaro prati maatalonu preme. Premane dodalo vela maatalni kosa. Premaga vaatito poola chendokati chesa. అందుకో నెచ్చని నీకిదే కానుక. ഇവനിതെവിടുന്ന ചാടി വന്നേ? മുകളിൽ തോട്ടം വല്ലതും ഉണ്ടായിരുന്നോ? എന്ത് പറ്റിച്ചല്ലോ കുട്ടി? ഒന്നുമില്ലടാ, ഞാനൊന്ന് വീഴാൻ പോയതാ. എന്നിട്ട് എന്നോട് പറയാതെയോ? ഇവനെന്ത് തേങ്ങി പറയുന്നേ? ഞാൻ വരൂലായിരുന്നു നിന്നെ പിടിക്കാൻ. സോറി, വീഴുന്നത് മുൻകൂട്ടി കണ്ട് നോട്ടീസ് അടിക്കാൻ മറന്നുപോയി. ഋഷിക്ക് തമാശയെല്ലാം അറിയാറുന്നല്ലേ? പറഞ്ഞില്ല. ഈ പറഞ്ഞില്ലേ അതുപോലെ. എന്റെ പൊന്നുമക്കളോട് ഞാനൊരു കാര്യം പറയാം. ആദ്യം പറയുന്നത് എന്താന്ന് വെച്ചാ മൂന്നും കേട്ടു നിന്നോണം. അല്ലാതെ നാലും തല്ലി പിഴിഞ്ഞ് മൂലയ്ക്ക് നിൽക്കാനാണെങ്കില് ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ടായിരിക്കും പറയുന്നത്. കേട്ടല്ലോ? വെള്ളിച്ചനൊന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപ്പം ഞാൻ വന്ന് റിപ്പോർട്ട് ചെയ്യാം. എനിക്കാദ്യം പേടി നിന്നെ നോക്കാൻ തന്നെ ഞാൻ വേറെ ആരെങ്കിലും നിർത്തേണ്ടവര്. ഏട്ടാ, അവരിതും വരാൻ സമയമായി. ഇവിടെ ഇതെന്തെടുക്കുക? ഒന്ന് ഉപദേശിക്കാൻ നിന്നതാ. എവിടെ നന്നാവാനാ? ഓയ് ഗാർലിക്കേ, നീ എന്താ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുക? നീ മുത്തശ്ശനെ കാണാൻ പോകുന്നില്ലേ? നിന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എന്ന നിലയ്ക്ക് പോയി കാണേണ്ടത് നിന്റെ കടമയല്ലേ കുട്ടി? പഠിപ്പിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന പേര് പോലും ഞാൻ തികച്ചു അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പഴാ നിനക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്റെ മുത്തശ്ശനോട്? അതെ, ഇയാൾ തൽക്കാലം ചെല്ലാൻ നോക്ക്. ഓക്കേ, വേണ്ടെങ്കി വേണ്ട. ആ മുത്തശ്ശ, ഇതെന്താ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആരും ഇല്ലല്ലോ. പറ്റിച്ചതാണല്ലേ? എന്താന്നറിയില്ല കാർലിക്കേ, നീ ഇങ്ങനെ ചമന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ എടി വിരടി, ആൾക്കാര് നോക്കുന്നു. എന്റെ പൊന്നാമി, നീ ഇതിനെ വിളിച്ചോണ്ട് പോവോ? എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പോവാൻ പറയണോ? നീ പോടാ ആദ്യം. എന്റെ തല ഇവിടെ കൊണ്ട്. ദൈവമേ, ആദ്യ ദിവസം തന്നെ അടിയാണല്ലോ. ഇത് അവസാന ദിവസമാക്കി തരുവെല്ലാം. എന്താന്നറിയില്ല, നിങ്ങൾ ഇത്രയും വിശ്വാസമുള്ളതാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അൻവിമോളെ, നിനക്ക് സുഖമല്ലേ? ഞാൻ പോയി കഴിഞ്ഞാലും നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചേ. പക്ഷെ ഇതുവരെ ഒന്നും കണ്ടില്ല. സാറിന്റെ ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള കൊച്ചുമോനുള്ളപ്പം ഞാൻ എന്തിനാ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? അതിന്റെ ഇടയ്ക്ക് എനിക്കിട്ട് എന്തിനാണ് ഇതാകുന്നേ? എന്റെ കൊച്ചുമോനല്ലേ, അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഋഷി, നീ എന്ത് കാര്യത്തിലും അൻവിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവക്ക് ഒറ്റയ്ക്ക് ചെയ്യാനല്ല അറിയാം, പക്ഷെ ഒരാള് കൂടെ ഇല്ലെങ്കിലോ ഒന്നും ശരിയാവത്തില്ല. ഞാൻ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത് ഇങ്ങനെ പിടിക്കുന്നില്ലേ? ആ, നിങ്ങൾ വന്നു. എടാ ശങ്കരെ, നീ എന്റെ രണ്ടാമത്തെ കൊച്ചുമോനെ കണ്ടിട്ടില്ലല്ലോ. ഇതാള് മാഹിർ, ഇതെന്റെ കൊച്ചുമോള് പൂജ. ഹായ് സർ. ഓ മാഹിർ,
തന്റെ കമ്പനിയിലല്ലേ ആമി വർക്ക് ചെയ്യുന്നേ? അതെ സർ. പിന്നെ വേറൊരു കാര്യം കൂടി, മാഹിയുടെയും പൂജയുടെ മാരേജ് വൈകാതെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലാരും വരണം. അച്ഛാ, എന്നെ നേരത്തെ ഏട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. മാഹി, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? തന്റെ ചേട്ടനെ എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് ഐ ഹേറ്റ് യു. ചേട്ടൻ ഇഷ്ടമല്ലാത്തതിന് എന്നോട് ഏറ്റു പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്താ ചെയ്തേ? ഫംഗ്ഷനില് പറഞ്ഞപ്പം ഏതെങ്കിലും മൂലക്കിരുന്ന് ബാക്കിയുള്ളവർക്ക് പണി കൊടുത്താൽ മതിയെന്നാ ഞാൻ വിചാരിച്ച. പക്ഷെ ഇതിപ്പം മുഴുവൻ പണി എനിക്കാണല്ലോ. എനിക്ക് വീട്ടിൽ പോണം. മുത്തശ്ശിയിലൂടെ പോയാൽ മതിയായിരുന്നു. എന്ത് പറ്റി? മടുത്തോ? പിന്നെ മടുക്കാതെ എന്തോ ആദ്യമായിട്ടത്. എനിക്ക് വയ്യ. പിന്നെ നീ എങ്ങനെയാന്ന് വിചാരിച്ചേ? അല്ല, നീ ഇപ്പൊ എന്താ വിളിച്ചേ? അത് പിന്നെ ആദ്യം. അങ്ങനെയാണോ? എനിക്കെന്തോ വേറെന്തോ വിളിച്ച പോലെ തോന്നിയത്. എന്ത്? ഞാൻ ആദ്യം തന്നെ വിളിച്ച. ആണല്ലേ? എന്നാ ചിലപ്പം എനിക്ക് തോന്നിയതാവും. എന്താ ചെയ്യാ? നീ ഇവിടെ ഇരിക്കും. ഇത്രയും പണിയെടുത്ത് ശീലിച്ചതല്ലേ? ഞാൻ കുടിക്കാൻ വെള്ളം വല്ലതും എടുത്തിട്ട് വരാം. ഓക്കേ. ഷാനു, നീ എന്താ ഇവിടെ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്താ അഥർവ്വത്? ഒരു ഫംഗ്ഷന് വരുന്ന ആളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അതുള്ളത് കൊണ്ടാ നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നുമോ പറ, എന്താ വരവേണ്ട ഉദ്ദേശം? അത് പലതും കാണും. അതെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? നിഷ്ഠേ, നിന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ നിൽക്കുമായിരുന്നു. മനസ്സിലായില്ല. ഞങ്ങളുടെ കമ്പനിയിലെ ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ ഒരാൾ 𝗡𝗪𝗏 സാറ്. ആളിന്ന് വരുന്നില്ലെന്തോ അസൗകര്യം പറഞ്ഞു. അതാ നിഷിത വന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിഷ്ഠനോട് പറഞ്ഞാൽ മതി, അവൻ ചെയ്തു തരും. കുഴപ്പമില്ല ജോ, ഞങ്ങളുടെ കാര്യം മാനേജ് ചെയ്യാൻ ഞങ്ങൾക്കാവുന്നതേ ഉള്ളൂ. അതിന് വേറൊരാളുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇവന്റെ. അതെന്ത് പറ്റി? എനി പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്. ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബുദ്ധിമുട്ടോ? എനിക്കോ? അങ്ങനെയൊന്നും നീ ചിന്തിക്കാനേ പാടില്ല ധരു. പക്ഷേ എനിക്കുണ്ട്. വൗ, എന്ത് ശാന്തസമാധാനമായി അന്തരീക്ഷം. അതെ, ഒരു പണിയെടുക്കാതെ പണിയെടുക്കുന്നവരെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല സുഖമുള്ള ഏർപ്പാടാം. അതെ, അതിൻ്റെ കൂടെ വല്ലതും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. പൊളിയായിരിക്കും. അവൻ പണി ചെയ്യുന്നത് അത്ര പോരല്ലേ? അത് നേരാ, പോയൊന്ന് ശരിയാക്കി കൊടുക്കുക. അതിനെന്തത് വേണ്ട, ചിലപ്പോൾ അത് എന്റെ തലയിലാവും. അല്ലട കുഞ്ഞാ, നിന്റെ അടുത്ത പ്ലാൻ എന്താ? നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ? കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത സപ്ലി ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോഴാ അത് അവൻ അത് എഴുതിയെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? നീയല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോ എന്താ ഇവിടെ? ഓഹോ, അത് നടക്കട്ടെ. കാറിലേക്കേ? നീ പോടെ പാട്ടി വയറച്ചേ, എന്നോടൊന്നും പറയണ്ട. ഇതെന്താടാ പുതിയ പ്രശ്നം? പുതിയതൊന്നുമല്ല, പഴയ തന്നെയാ. എടാ കുഞ്ഞ ജെറി, ഇവിടെ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? എനിക്ക് കണ്ടിട്ട് ഒന്നും അങ്ങനെ ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? തുടക്കം മുതലേ ഉള്ള എന്റെ അവസ്ഥ ഇങ്ങനെ. അപ്പൊ പകുതിക്ക് എന്നെ കയറി വന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചെസ് നമ്പർ 1, ലവ്ലി കപ്പിൾ, ഹാപ്പി ഫാമിലി. ചെസ് നമ്പർ 2, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷേ പരസ്പരം രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല. ചെസ് നമ്പർ 3, ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അതാ മറ്റേയാൾ അറിഞ്ഞിട്ട് പോലുമില്ല.
ചെസ് നമ്പർ 4. ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾക്ക് അറിയാം, പക്ഷെ അയാളത് കണ്ടില്ല എന്ന് നടിക്കുന്നു. എന്താ ചെയ്യാല്ലേ? വൗ, വാട്ട് എ കപ്പിൾസ്. വെയിറ്റ്, ചെസ് നമ്പർ 4ഓ? അതെന്റെ ചേച്ചിയല്ലേ? അപ്പോ ഇങ്ങേരായിരുന്നു മാഹിര. ഇയാളെ എന്റെ കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞാ, നോ, ഇതെനിക്ക് വിട്ടേക്ക്. നിങ്ങളെ ഈ എരുതിയില് എണ്ണ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. സാരമില്ല, ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ ഒന്നാണെങ്കിൽ ഇവിടെ 2. ഹായ്, ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. നമ്മൾ ഓൾറെഡി ഒന്ന് പരിചയപ്പെട്ടതല്ലേ ഡോക്ടറെ? അത് ജസ്റ്റ് ഒന്ന് ഫോർമലായിട്ട്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണ്ടേ? ആരുടെ ഇത്? ആമിയുടെ അനിയുടെയും കസിനാ. ഏതോ മാമന്റെയോ മറുതയുടെയും കണ്ട മോന്. എന്താ ഋഷി, ഇങ്ങനെയാണോ ഒരാളെ പരിചയപ്പെടുത്തുന്നത്? ഞാന് വെറും കസിനല്ല, അവരുടെ 2 പേരുടെയും മുറിച്ചേർക്കണ. 2 അല്ലെങ്കിൽ 1 എന്തായാലും എനിക്കുള്ളതാ. 2 പേരായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോ അവളെ ഇഷ്ടപ്പെടുന്നതും അവൾ ഇഷ്ടപ്പെടുന്ന അയാളെന്ന നിലയ്ക്ക് നിങ്ങൾ 2 പേരെയും ഞാൻ പ്രത്യേകം പരിചയപ്പെടണ്ടേ? സോ ഹായ്. പിന്നെ വേണ്ടനോ? എന്തായാലും വേണം. പിന്നെ മാഹിർ, സ്വന്തമായിട്ടൊന്നുള്ളപ്പം മറ്റൊരാളുടെ പോസ്റ്റിൽ ഗോൾ അടിക്കുന്നത് തെറ്റല്ലേ? ഈശോടും കൂടിയാണ്. 2 പോസ്റ്റിലും കൂടെ ഗോൾ അടിക്കാൻ നീ ഒരുപാടങ്ങ് കഷ്ടപ്പെടണ്ട. അതുകൊണ്ട് അവളെ അങ്ങ് വിട്ടേക്ക്. അതെ, ഇല്ലെങ്കിൽ പിന്നീട് ഗോൾ അടിക്കാൻ നമുക്ക് പോസ്റ്റ് പോയിട്ട് ഒരു കുറ്റി പോലും ഉണ്ടാവത്തില്ല. അമ്മേ, എന്റെ കൈ. ഇവന്മാരിത് ഏത് ജിമ്മിലാ പോകുന്നേ? ഡോക്ടറെ, ഒഴിച്ച് കഴിഞ്ഞോ? പിന്നെ ആവശ്യത്തിൽ കൂടുതലൊഴിച്ചു. എങ്കിൽ വാ, ഡോക്ടറിനെ 𝗓𝗪𝗡 സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി കുറെ മുതപ്പം തപ്പുന്നുണ്ടായിരുന്നു. നീ പറ, എനിക്ക് എന്താ ഒരു കുഴപ്പം? നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാരോടും അവൻ കത്തി വെക്കുന്നുണ്ട്, വായി നോക്കുന്നുണ്ട്. അതെന്താ? ഇതും കൂടെ ചേർത്ത് 12ാമത്തെ വട്ടമാ നീ എന്നോട് ഇത് പറയുന്നത്. ഞാൻ പറയും, ഞാനിത് നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ചിലിക്കോപ്പേ, എനിക്കൊരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പിന്നെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. സങ്കടം കൊണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്, അവനോട് തന്നെ നേരിട്ട് പോയി ചോദിക്കേ. എന്നിട്ട് എല്ലാത്തിനും ഒരു തീരുമാനമാക്ക്. അത് വേണോ? വേണ്ടെങ്കിൽ വേണ്ട. ഇനി ഇവിടേക്ക് മോങ്ങാനാണെങ്കിൽ ഇവിടെയുള്ള പേപ്പർ മുഴുവൻ നിന്റെ വായി കുത്തി കെട്ടി തരുന്നേ. അത് വേണ്ട. എന്തായാലും എല്ലാം തുടങ്ങിയതല്ലേ, ചോദിച്ചിട്ട് വരാം. അല്ല, ഇത് തീർത്തിട്ട് പോ. അതിനല്ലേ ഡോക്ടർ ഇവിടെ ഉള്ളത്. ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനോ? ഡോക്ടറിനോടായിട്ട് പ്രത്യേകം ഞാനൊരു കാര്യം പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അല്ലാതെ അവസാനം കടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. അനുഭവം കൊണ്ട് പറയുക. അപ്പൊ ബൈ. അവരെന്താ പറഞ്ഞിട്ട് പോയെ? അതൊരു പേഷ്യന്റിന്റെ കാര്യം. അവളുടെ പേഷ്യന്റിന്റെ കാര്യം തന്നോട് എന്തിനാ പറയുന്നേ? അങ്ങനെ ചോദിച്ചാ? അല്ല, ഇതെല്ലാം നീ അറിയുന്നേ? മര്യാദകമായി പണിയെടുക്കണേ. അത് കയ്യിൽ പോയി. എന്റെ മുഖത്തെന്താ പൂച്ച വെള്ളം പിറ്റിയെടുക്കണ്ടോ? എനിക്ക് നോക്കാതെ പണിയെടുക്കണോ? ഇവളിതെവിടെ പോയതാ?
ഇനി ഇതിലാളം പെട്ടുപോയോ? ഏയ് ഇല്ല. എലീസ, നീ ജാനുവിനെ കണ്ടോ? ഇല്ല ഏട്ടാ, ഞാനാണെങ്കിൽ പൊട്ടനെ തപ്പി നടക്കുക. പിന്നെ ഇതെവിടെ പോയി? എന്താ നിശ്ചിത്, കുറെ നേരമായല്ലോ സംസാരിക്കണമെന്ന് പറഞ്ഞ് പിടിച്ചെത്തിട്ടാ. എന്തേലും ഉണ്ട് ഈ പറ, ഇല്ലെങ്കിൽ എനിക്ക് പോണം. ജാനു, നിനക്ക് പോവല്ലേ? കൈവിട്, എനിക്ക് പോണം. നീ ഒരുപാട് മാറിപ്പോയി ജാനു. പണ്ടത്തെ എന്റെ ജാനു അല്ല ഇത്. ആയിരുന്നേ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയില്ല. അത് നേരം പറയില്ല, പക്ഷെ അതില്ലാതാക്കിയത് നീ തന്നെയാ. എന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു, അതുകൊണ്ടാ ഞാൻ. എന്റെ സിറ്റുവേഷൻ? ഒറ്റ രാത്രി കൊണ്ട് എന്നെ വേണ്ടാന്ന് വെച്ച് പോവാനും മാത്രം എന്താ ഉണ്ടായത്? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവില്ല. നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നല്ലോ എന്നെ നീ വേണ്ടാന്ന് വെച്ച് പോയത്. ജാനു, അതങ്ങനെയല്ല. നിനക്കറിയാലോ ഞാൻ എന്റെ കരിയറിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ അത്രയും നാൾ ആഗ്രഹിച്ചൊരു പോസ്റ്റ്, അതും ഏഷ്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയിൽ ഒരു ഓഫർ വന്നപ്പം പെട്ടെന്ന് അവിടെ എത്തണമെന്ന് അവർ പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നിന്നെ വേണോ എന്റെ കരിയർ വേണോ എന്നൊരു ഓപ്ഷൻ വന്നപ്പം ഞാൻ എന്റെ കരിയറിനെ ചൂസ് ചെയ്തത്. അതെനിക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. അതാ ഞാൻ അങ്ങനെ ചെയ്തത്. നീ ഇത്ര സെൽഫിഷ് ആയിരുന്നോ? അപ്പോ അത്ര ഉണ്ടായിരുന്നുള്ളോ നിനക്ക് എന്നോടുള്ള ഇഷ്ടം? ഞാൻ നിന്റെ ലൈഫില് ആരുമല്ലായിരുന്നോ? നീ എന്റെ എല്ലാമാണ്. നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നത്, നിനക്ക് വേണ്ടി. ജാനു, ഐ റിയലി ലവ് യു. ഞാനിപ്പോ അങ്ങോട്ട് വന്ന തന്നെ നിനക്ക് വേണ്ടിയാ. എല്ലാം ശരിയാക്കിയിട്ട് നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവാൻ. പറഞ്ഞപ്പോ എല്ലാം നിസ്സാരായല്ലേ? അപ്പൊ ഞാൻ അനുഭവിച്ച വേദനയോ? ഇന്നെ വിശ്വസിച്ചതിന് എന്റെ ഫാമിലി അനുഭവിച്ചതോ? അതൊന്നും നിനക്കൊന്നും അല്ലല്ലേ? അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. എനിക്കറിയാം നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. ആയിരുന്നു. നീ എന്നെ വേണ്ടാന്ന് വെക്കുന്നത് വരെ. നമ്മുടെ കല്യാണം നടക്കാത്തതില് ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടി, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. ആര്? അവനോ? ഹസ്ബൻഡോ? നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? നീ പറഞ്ഞ നേരം എനിക്ക് അതിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് അവനെയാ. എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പം എന്റെ കൂടെ നിൽക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരാണ്, എനിക്കും അവനും താല്പര്യമില്ലാണ്ട് തന്നെയാ ഈ കല്യാണം നടന്നത്. അന്നേ അവൻ ഈ കല്യാണം വേണ്ടാന്ന് വെച്ച് പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. എനിക്ക് വേണ്ടി. അതിന്റെ പേരില് ഇടയ്ക്ക് വഴക്കുണ്ടാവെങ്കിലും എന്നെ വേദനിപ്പിക്കുന്ന തരത്തില് ഒന്നും അവൻ ചെയ്തിട്ടില്ല. കാരണം അവനെന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അതവൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്നത് സ്നേഹമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പം നീ എന്നെ ഇട്ടിട്ട് പോവില്ലായിരുന്നു. എന്റെ സ്ഥാനത്ത് അവനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. അവൻ നിന്നെ പോലെ സ്വാർത്ഥനല്ല, സ്വന്തം കാര്യം നോക്കി പോവാൻ. ഞങ്ങൾ തമ്മില് 1000 പ്രശ്നം കാണും, പക്ഷെ എന്തെങ്കിലും വന്നാല് എനിക്ക് വേണ്ടി അവൻ നിൽക്കും. I love Adi. I want to live my entire life with him. ജാനു, നീ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിശ്ചിത ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കള്ളം പറയാൻ അറിയില്ല. കുഞ്ഞിനായിട്ട് ചെന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായം മുഴുവൻ ഞാൻ കണ്ടായിരുന്നു. കണ്ടല്ലേ? എങ്കിലും നിനക്കൊരു വാക്ക് പറയായിരുന്നു. ഞാൻ ഒരുപാട് തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ. എന്റെ തെറ്റാ ഒരു വാക്കുകൊണ്ട് പറയേണ്ടത് ഇത്രയും നാളെ നീട്ടിക്കൊണ്ടുപോയത്. എങ്കില് അതിപ്പോ പറഞ്ഞു. എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയിട്ടില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് കാര്യം പറയാം. ആദ്യമായിട്ടാ ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. അത് നീയാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അതിങ്ങനെ ആയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഐ നീഡ് യു ഇൻ മൈ ലൈഫ് ഇൻ എവറി സെൻസ്. എന്നെ ചൂസ് ചെയ്തതിൽ നീ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല.
ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ട. ഉള്ളത് മുഴുവൻ തെറ്റിച്ചു വെച്ചിരിക്കുക. ചെറിയൊരു കയ്യബദ്ധം. മിണ്ടരുത്. ഇതിന് ഞാൻ ഒന്നേനെ തുടങ്ങണ്ടേ? ഇതപ്പ തീരാനാ? തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് കാർലിക്ക്? ഇതേ സിനിമ ഡയലോഗായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഒരെണ്ണം വെച്ചിരും. എന്നിട്ടേ ഞാൻ ബാക്കി പറയാൻ നിൽക്കത്തുള്ളൂ. അല്ലേ നിന്റെ ബോഡിയിൽ ഒരു എല്ല് കൂടുതലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടല്ലേ വെറുതെ നേരിലിട്ടടിക്കുന്നേ? അത് ആദ്യം താൻ മര്യാദക്കാരനെ ഞാൻ ഒന്നും ചെയ്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ നിന്റെ കൂടെ കൂടിയ പിന്നെ ഇങ്ങനെയാ. അത് പറഞ്ഞു കൂടെ നിൽക്കാൻ ഒന്ന് പോയി തന്നാ മതി. അങ്ങനെയാണെങ്കിലേ എനിക്ക് എന്റെ പണിയെങ്കിലും മര്യാദ ചെയ്യാൻ പറ്റും. അപ്പോ നിനക്കെന്റെ ഹെൽപ്പ് വേണ്ടേ? ഒരു കുന്തം വേണ്ട, താനൊന്ന് പോയേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ പോയി തരാം. അതാവും നല്ലത്. പോയി വൈറസേ, എനിക്ക് വേണ്ട. എന്റെ പെണ്ണ് ഇതില് പെട്ടുപോയി. അത് നിർത്തണം. അപ്പോ യു കണ്ടിന്യൂ. താനെന്ത് സാധനാണോ? ഒന്ന് സഹായിച്ചൂടെ? സോ സോറി. നീയല്ലേ പറഞ്ഞേ എന്റെ ഒരു ഹെൽപ്പ് വേണ്ടെന്ന്? ഇതാണോ അതിൽ ഞാൻ ഉദ്ദേശിച്ചേ? കാർലിക്ക് മുറ്റു ശ്രദ്ധിക്കണം. നീ ഒരു ഹെൽപ്പും വേണ്ടാന്നാ പറഞ്ഞേ. ഒന്നെന്ന് പറഞ്ഞ ഒന്നും. ദേ അവിടെ ഒരെണ്ണം കിടക്കണ. ദേ നിന്റെ തൊട്ടപ്പുറത്തും കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തനിക്കത് എടുത്തു തന്നൂടെ? ഇല്ല. എടോ തന്നെ ഉണ്ടല്ലോ. എന്റെ കാല്. അഹങ്കാരം കുറച്ചേക്കണം, അതുകൊണ്ട് പറ്റിയതാ. പോടാ പട്ടി, ഒന്ന് സഹായിക്കേ. കാറുണ്ടാ? ആ ഇവിടെ ഇരിക്കുക. ഇപ്പൊ വരാം. ചെല്ലക്കുട്ടി, നീ എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? കാല് മുറിഞ്ഞിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഒന്ന് ഓടിയടാ, ചെറുതായിട്ടൊന്ന് വീണു. അങ്ങനെ വേണം. എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഓടിക്കളിക്കാൻ പോയണ്ടല്ലേ? എന്തുവാടേ, പൂത്തുപോത്ത് വളർന്നല്ലോ. എന്നിട്ടാണോ? ഈ ചുമ്മാ നിന്ന് കാണിക്കും. ഞാൻ മരുന്ന് വെച്ചേരാ. പതിയെ വേദനിക്കുന്നു. ആ ശരി. ഞാനിപ്പോ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഈ വധൂരി എവിടെ നിന്ന് കയറി വന്നു? പോകങ്ങോട്ട്. അല്ല, ഞാൻ അവിടെ ഇരുന്ന് ഇവിടെ വന്നു. ഇതേ പൊക്കിക്കൊണ്ടുപോകുന്ന നിന്റെ മുഖത്ത് കണ്ണുതന്നെയല്ലേ ഉള്ളത്. ഞാൻ എന്താ കാണിക്കുന്നതെന്ന് കണ്ടില്ലേ? ഇതെല്ലാം കുറച്ച് ഓവറാണ്. ഞാൻ ഓവറാവും. കാരണം നീ അവനോട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവനോടല്ല, ആരോടും. അതെന്താ? അവനെന്റെ കസിനാണ്. ഞാൻ അവനോട് മിണ്ടുന്നതിന് ഞാൻ എന്തിനാ നോക്കുന്നേ? അത് വേണ്ടെന്നാ പറഞ്ഞേ. എനിക്കിഷ്ടമല്ല. അതിന്റെ കാരണമാ ചോദിച്ചേ? എനിക്കിഷ്ടമല്ല, അത്രയാണ്. കാരണം പറ വൈറസേ. കാരണം പറയണല്ലേ നിനക്ക്? എനിക്ക് നിന്നെ ഇഷ്ടം, അത്ര തന്നെ. ഇന്നലെ കേറി വന്നവനെ വരെ അറിയാലോ, എന്നിട്ട് നിനക്കത് മനസ്സിലായില്ല. എന്റെ ചെവിക്ക് എന്താ പറ്റിയെന്ന് താൻ പറഞ്ഞത് വേറെന്തായിട്ട് എനിക്ക് കേട്ടെ? വേറെ ഒന്നുമല്ല, നീ കേട്ടത് തന്നെയാ. ഒന്ന് പോ വൈറസേ, കള്ളം പറയാതെ. കള്ളവല്ല, ഞാൻ പറഞ്ഞ നേരാ. നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടം. നിന്റെ കണ്ണില് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതിലേക്ക് നോക്കുമ്പോഴെല്ലാം ഞാൻ അറിയാണ്ട് വീട് പൊയ്ക്കൊണ്ടിരിക്കുക. യുവർ പ്രസൻസ്, ടോക്ക്, ഇറ്റ് മേക്ക് മൈ ഫീലിംഗ്സ് 1000 times. നിന്റെ കൂടെയുള്ള ഓരോ മൊമെന്റ്സും ഞാൻ അത്ര ആസ്വദിച്ചാണ് നിൽക്കുന്നത്. എനിക്കത് ലൈഫ് ലോങ് വേണമെന്നുണ്ട്. അൻവിക, ഐ ലവ് യു. വിൽ യു ബി മൈ? ഞാനിവിടെ പീഡിപ്പിക്കാൻ പോവാന്നാണ് കേട്ടത്. ഇങ്ങനെ കാറിക്കൊണ്ടോടെ. നിനക്കെന്നെ കുറച്ചു നേരത്തെ കിങ്ഡം വെറുതെ വിട്ടൂടെ?
എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? നിന്റെ എല്ലാ കാര്യം ഞാനല്ലേ ശ്രദ്ധിക്കണ്ടേ? ഇവിടെ അടുത്തുള്ളത് കൊണ്ട് ആമീനൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റുന്നില്ലല്ലോ. ആമി, നീ ഇവിടെയായിരുന്നോ? പണിയെടുത്തതെല്ലാം മതി, നീ വന്ന്. ഇതെങ്ങോട്ടാ? അതെല്ലാം പറയാം, നീ വാ. ദയവ് ചെയ്ത് എന്റെ പുറകെ വരരുത്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നെ നോക്കാൻ എനിക്കറിയാം. എങ്ങനെയുണ്ട്? നീ കൊണ്ടുതന്നതല്ലേ, എങ്ങനെ മോശമാവാനാ? മാഹിറിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ആർ യു ഓക്കെ? മറ്റാരെക്കാളും നിനക്കെന്നെ അറിയാലോ, പിന്നെ നീ തന്നെ ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആമി, ഞാൻ പറയുന്നത് നിനക്ക് എന്തായാലും വിഷമമുണ്ടാവും. പക്ഷേ ഇതല്ലേ നല്ലത്. അവൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിന്നെ നോക്കിയൊന്നും മര്യാദയ്ക്ക് ചിരിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാ? അവനെ മറന്നേക്ക്. നീ പറയുന്നത് പോലെയല്ല. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും മാഹിറിനെ മറക്കാൻ പറ്റില്ല. പെട്ടെന്നല്ല, ഒരിക്കലും. അതെന്തുകൊണ്ടെന്നെല്ലാം ചോദിച്ചാ എനിക്കറിയില്ല. മറ്റാരെക്കാൾ കൂടുതൽ ഞാൻ മാഹിറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്നെ എത്ര വെറുത്താലും ഹേർട്ട് ചെയ്താലും. എന്ന് വെച്ച് എന്നെ തിരിച്ചു സ്നേഹിക്കാൻ ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. മാഹിയേട്ടന്റെ കാര്യത്തില് എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ, നീ ഒഴികെ. അതെന്താ? ദേ നോക്ക്, നീ എന്ത് ചെയ്താലും എന്ത് തീരുമാനമെടുത്താലും ഞാൻ നിന്റെ കൂടെ കാണും. അത് ശരിയായാലും തെറ്റായാലും നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. അത് മാഹിറിന്റെ കാര്യമായാലും ആരുടെ കാര്യമായാലും. അതുകൊണ്ട് എൻ്റെ കൊച്ച് ഈ കാര്യത്തിൽ ആദ്യം നിർത്ത്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, പ്ലീസ്. സോറി, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്തിനാ മാഹിർ അവളെ ശല്യം ചെയ്യുന്നേ? അവളായിട്ട് മാറി തന്നതല്ലേ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ചേച്ചി, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ പ്ലീസ്. എനിക്കിവിടെ നിന്ന് നല്ല ബോറടിക്കുന്നുണ്ട്. അച്ഛനെല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ പോയത്. അത് നീയും കേട്ടതാണല്ലോ, പിന്നെന്തിനാ ഇപ്പോ? എന്നിട്ട് അവരെല്ലാം വീട്ടിൽ പോയില്ലേ? എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളെ പോലെ പണി ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളുടെ കുഞ്ഞണീനല്ലേ. കുഞ്ഞിതനോ? നീ എന്നെ കഴിഞ്ഞുണ്ടല്ലോടാ, എന്നിട്ടാണ് പറയുന്നേ? എന്റെ കുഞ്ഞേച്ചിയല്ലേ, ഒന്ന് സമ്മതിക്കേ. ചേച്ചി സമ്മതിച്ച ഏട്ടനും കുഞ്ഞേച്ചി സമ്മതിക്കും, പ്ലീസ്. കുഞ്ഞ, എന്റെ തലയ്ക്ക് ഒന്നാമതേ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നീയും കൂടെ കൂട്ടാൻ നിൽക്കരുത്. പറ്റൂല ചേച്ചി, ഒന്ന് സമ്മതിക്കേ. ഞാൻ വേണമെങ്കിൽ ഒരു ഉമ്മ തരാം. എടാ വിടടാ, നീ എന്താ ഈ കാണിക്കുന്നേ? വിട്. വിടാനല്ലേ പറഞ്ഞേ? ആ അമ്മേ, മാഹിയേട്ടാ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് അവളെ അത് ചോദിക്കാൻ താൻ ആരാ? കാണിച്ചു വെച്ചതും പോരാഞ്ഞിട്ട് നീ. മാറി നിക്ക്. നിനക്ക് വല്ലതും പറ്റിയോ? അയ്യോ, ചോര വരുന്ന. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? എന്തിനാ അവൻ അടിച്ചേ? പിന്നെ നിന്നെ ഉമ്മ വെക്കാൻ വരുന്നത് കണ്ടിട്ട് ഞാൻ നോക്കി നിൽക്കണോ? എന്നെ ആരെന്ത് ചെയ്താലും താനിക്കെന്താ? താൻ എന്റെ ആരെ ഇതെല്ലാം നോക്കാൻ. എന്റെ കൈ വേദനിക്കുന്നു, വിട്ട്. അപ്പോ ഞാൻ നിന്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ടതാണോ? വേണ്ട, ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ഓ, നിനക്ക്
നിനക്കപ്പോ ഒരു കുഴപ്പമില്ലല്ലേ? ഇതെല്ലാം നിനക്ക് ഓക്കെയാണപ്പോ? എന്നെ സമ്മതിക്കണം മോളെ. കുറെ നാട് എന്റെ പുറകെ നടന്നു. കുറച്ചു മുമ്പ് ദേ അവിടെ ഒരുത്തനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഇതിപ്പം താണ്ടെ ഒരുത്തൻ ഉമ്മ നോക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് ഒരാളിലൊന്നും നിർത്താൻ പറ്റില്ലല്ലേ? അതോ ഇനിയും ഉണ്ടോ വേറെ ആളുകള്? ഇതെല്ലാം പേയ്മെന്റ് മേടിച്ചിട്ടാണോ അതോ ഫ്രീ സർവീസ് ആണോ? എനിക്ക് നിങ്ങളെ കാണുന്നത് പോലെ ഇഷ്ടമല്ല. എടി വിടടാ എന്റെ ചേച്ചിയെ. കുറെ നേരമായി ഇതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ഇനിയും തന്റെ വായന ഒരക്ഷരം എന്റെ ചേച്ചിനെ പറ്റി പറഞ്ഞ. ചേച്ചിയോ? അപ്പൊ ഇത് ഹർഷ? സോറി, എനിക്കറിയില്ലായിരുന്നു ഇത് നിന്റെ അനിയനാണ്. എന്താ ഇവിടെ? ആമി, നീ എന്തിനാ കരയുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്. ആമി, ആമി നിക്ക്. ആമി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആമി. കണ്ണ് തുറക്ക് പ്ലീസ്. പ്ലീസ്